ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള കുമ്പളങ്ങ കറിയാണ് കേട്ടോ ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഇത്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് അത് രണ്ടും ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള, അതായത് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും 2 പച്ചമുളക്, എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല രീതിയിൽ വഴന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട ആ ഒരു വലിപ്പത്തിലുള്ള കുമ്പളങ്ങ കഷ്ണത്തിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. ഇത് ആ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള കുമ്പളങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കുമ്പളങ്ങ കറി വെക്കുമ്പോൾ ഇത് ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്, ചെറിയ നീളത്തിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കറി വെക്കുന്ന രീതിയിൽ കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ആദ്യം തൊലിയും കുരുവും കളഞ്ഞെടുത്ത് കുറച്ച് വലിയ പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ട ഇതുപോലെയാണ് കേട്ടോ ഞാനിവിടെ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതൊന്ന് മൂടി വെച്ച് തക്കാളി നല്ല പോലെ സോഫ്റ്റായിട്ട് വരുന്നവരെ മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. 1/4 കപ്പ് തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും കുമ്പളങ്ങയിലേക്ക് കേട്ടോ. അത് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ചേർത്തിട്ടുണ്ട്. ആദ്യം എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരുംജീരകവും 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ചെറിയ 3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു. ഏലക്കൊക്കെ വലുതാണെങ്കിൽ 1 മതി കേട്ടോ. നല്ല ഫ്ലേവറുള്ള ഏലക്കാണെങ്കിൽ 1 ചേർത്താൽ മതി. ഇനി നമുക്കിത് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ നല്ല പോലെ മൊരിഞ്ഞ് വരണം കേട്ടോ. കണ്ടോ, ഇതുപോലെ കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, ഇത്രയും മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ പെരുംജീരകം ചേർത്തുകൊണ്ട് തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ചേർക്കണമെന്നില്ല. നല്ല എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ആ പൊടികൾ ചേർത്ത് പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ല പോലെ തണുത്ത് വന്നാൽ വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഇതിവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഇത് ആ തക്കാളി കൂടെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുമ്പളങ്ങ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. ഞാനിത് അധികം ഗ്രേവി ഇല്ലാതെ നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കൂലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. ബീഫില്ലാത്ത ബീഫ് ഫ്രൈ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറി പോലെയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കുമ്പളങ്ങ വേവിച്ചെടുക്കാം കേട്ടോ. കുമ്പളങ്ങ ഒരു പകുതി വേവാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളിവിടെ ആ ഒരു തേങ്ങ വറുത്തത് തണുത്ത് വന്നപ്പോൾ അരച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇത് നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട. നമ്മൾ വലിയ കഷ്ണമാക്കിയിട്ടാണല്ലോ കുമ്പളങ്ങ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല പോലെ അങ്ങോട്ട് ഉടഞ്ഞ് നല്ല പോലെ സോഫ്റ്റായിട്ട് പോകുന്നില്ല കേട്ടോ. നമുക്കിങ്ങനെ കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടും. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാട്ടെ ഈ ഒരു സമയത്ത്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്ത് ഇതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ നമുക്ക് ബാക്കി കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 2-3 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓപ്ഷണലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണയിൽ മൂപ്പിക്കുമ്പോൾ മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതാ ഈ ഒരു ചുവന്നുള്ളി മൂപ്പിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്ക് രാവിലെ അപ്പത്തിൻ്റെയും പത്തിരിയുടെ ഒക്കെ കൂടെ സൈഡായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാവുന്ന ഒരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്